ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട ഇടക്കാല മന്ത്രിസഭ 1946 സെപ്റ്റംബർ 2 രൂപം കൊണ്ട ഇടക്കാല മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പിനെയും പറ്റിക്കുറിച്ചാണ്. ഹൃദ്യസ്ഥമാക്കേണ്ട ഭാഗമാണ് ഇത്, അതുകൊണ്ട് തന്നെ കുറച്ച് റിപ്പീറ്റായിട്ട് പറയാം. ആദ്യ മന്ത്രിസഭ വന്നത് സെപ്റ്റംബർ 2 1946 കോൺഗ്രസ് പ്ലസ് മറ്റുള്ളവരായിരുന്നു. ആദ്യ മന്ത്രിസഭ വന്നത് സെപ്റ്റംബർ 2 1946 ആണ് കോൺഗ്രസ് പ്ലസ് മറ്റുള്ളവർ. ആദ്യ മന്ത്രിസഭ കോൺഗ്രസ് പ്ലസ് മറ്റുള്ളവർ 1946 സെപ്റ്റംബർ 2. അതിൻ്റെ അംഗങ്ങളും വകുപ്പുകളും പരിചയപ്പെടാം. വേവൽ പ്രഭു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ്രോയി. വേവൽ പ്രഭു ആയിരുന്നു പ്രസിഡന്റ് വൈസ്രോയും. വേവൽ പ്രഭു പ്രസിഡന്റ് വൈസ്രോയി. വേവൽ പ്രഭു പ്രസിഡന്റ് വൈസ്രോയി. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. വേവൽ പ്രഭു പ്രസിഡന്റ് വൈസ്രോയി. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. ആദ്യ ഭക്ഷ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. ജോൺ മത്തായി ധനകാര്യം, പിന്നീട് വ്യവസായത്തിലേക്ക് പോയി. ജോൺ മത്തായി ധനകാര്യം. ആദ്യ ധനകാര്യമന്ത്രി എന്ന് ചോദിച്ചാൽ ജോൺ മത്തായി, പിന്നീട് വ്യവസായത്തിലേക്ക് പോയി. ജോൺ മത്തായി ധനകാര്യം, പിന്നീട് വ്യവസായം. സി രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്, പിന്നീട് വിദ്യാഭ്യാസത്തിലേക്ക് മാറി. സി രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്, പിന്നീട് വിദ്യാഭ്യാസത്തിലേക്ക് മാറി എന്ന് ഓർമ്മിക്കുക. സി രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്. സി രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്. സി എച്ച് ബാബ വാണിജ്യം, പിന്നീട് ഖനി ആൻഡ് ഊർജം ആയി. സി എച്ച് ബാബ വാണിജ്യം, പിന്നീട് ഖനി ഊർജം. സി എച്ച് ബാബ വാണിജ്യം, പിന്നീട് ഖനി ആൻഡ് ഊർജമായി. ജഗജീവൻ റാം തൊഴിൽ. ആദ്യ തൊഴിൽ മന്ത്രി ജഗജീവൻ റാം തൊഴിൽ. ബൽദേവ് സിംഗ് പ്രതിരോധം. ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ. ഷാഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം കല ആരോഗ്യം. സയ്യദ് അലി സഹിർ നിയമം. ശരത് ചന്ദ്ര ബോസ് ഖനി ഊർജം. ഒന്നുകൂടി നോക്കാം. ആദ്യ മന്ത്രികാലസഭ ഇടക്കാല മന്ത്രിസഭ സെപ്റ്റംബർ 2 1946 അംഗങ്ങളെയും വകുപ്പിനെയും പറ്റിയാണ് പറയുന്നത്. വേവൽ പ്രഭു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ്രോയി. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സാർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. ജോൺ മത്തായി ധനകാര്യം, പിന്നീട് വ്യവസായം. സി രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്, പിന്നീട് വിദ്യാഭ്യാസം. സി എച്ച് ബാബ വാണിജ്യം, പിന്നീട് ഖനി ആൻഡ് ഊർജം. ജഗജീവൻ റാം തൊഴിൽ. ബൽദേവ് സിംഗ് പ്രതിരോധം. ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ.
ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ. ഷാഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം കല ആരോഗ്യം. ഷാഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം കല ആരോഗ്യം. സയ്യിദ് അലി സഹിർ നിയമം. സയ്യിദ് അലി സഹിർ നിയമം. ഷാഫത്ത് അഹമ്മദ് ഖാൻ വിദ്യാഭ്യാസം കല ആരോഗ്യം. സയ്യിദ് അലി സഹിർ നിയമം. ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ. ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ. സയ്യിദ് അലി സഹിർ നിയമം. ഷാഫത്ത് അഹമ്മദ് അലി ഖാൻ വിദ്യാഭ്യാസം കല ആരോഗ്യം. ആസഫ് അലി റെയിൽവേ പോസ്റ്റ് ആൻഡ് എയർ. ബൽദേവ് സിംഗ് പ്രതിരോധം. ജഗജീവൻ റാം തൊഴിൽ. CH ബാബ വാണിജ്യം. പിന്നീട് ഖനി ആൻഡ് ഊർജം. C രാജഗോപാലാചാരി വ്യവസായം ആൻഡ് സപ്ലൈസ്. പിന്നീട് വിദ്യാഭ്യാസം. ജോൺ മത്തായി ധനകാര്യം. പിന്നീട് വ്യവസായം. ജോൺ മത്തായി ധനകാര്യം. പിന്നീട് വ്യവസായം. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. രാജേന്ദ്ര പ്രസാദ് ഭക്ഷ്യം കൃഷി. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് വിദേശകാര്യം കോമൺവെൽത്ത്. സർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. സർ ക്ലോഡ് ഒച്ചിൻലേക്ക് കമാൻഡർ ഇൻ ചീഫ്. വേവൽ പ്രഭു പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ്രോയി. ശരത് ചന്ദ്ര ബോസ് ഖനി ഊർജം. 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 ഖനി ഊർജം പിന്നീട് CH ബാബ ആയി. ശരത് ചന്ദ്ര ബോസ് ഖനി ഊർജം. ആദ്യം ഖനി ഊർജ മന്ത്രി ശരത് ചന്ദ്ര ബോസാന്ന് ഓർമ്മിക്കുക. ശരത് ചന്ദ്ര ബോസാണ് ആദ്യത്തെ ഖനി ഊർജ മന്ത്രി. പിന്നീട് ഖനി ഊർജം CH ബാബയായി. പിന്നീട് മുസ്ലിം ലീഗ് ചേർന്നപ്പോൾ 1946 ഒക്ടോബർ 26 പിന്നീട് 1946 ഒക്ടോബർ 26 മുസ്ലിം ലീഗ് ചേർന്നപ്പോൾ ഷാഫത്ത് അഹമ്മദ് ഖാൻ, സയ്യിദ് അലി സഹിർ, ശരത് ചന്ദ്ര ബോസ് ഇവർ രാജിവെച്ചു. പിന്നീട് 5 ലീഗ് അംഗങ്ങൾ വന്നു. ഷാഫത്ത് പിന്നീട് മുസ്ലിം ലീഗ് ചേർന്നപ്പോൾ 1946 ഒക്ടോബർ 26 ഷാഫത്ത് അലി ഖാൻ, സയ്യിദ് അലി സഹിർ, ശരത് ചന്ദ്ര ബോസ് ഇവർ രാജിവെച്ചു. പിന്നീട് 5 ലീഗ് അംഗങ്ങൾ വന്നു. ലിയാഖത്ത് അലി ഖാൻ ധനകാര്യം. ഏറ്റവും പ്രധാനം ഇത് ചോദിക്കും. ലിയാഖത്ത് അലി ഖാൻ ധനകാര്യമായിരുന്നു. ആ സമയം ലിയാഖത്ത് അലി ഖാൻ ധനകാര്യമായിരുന്നു. II ചുന്ദ്രിഗർ വാണിജ്യമായി മാറി. II ചുന്ദ്രിഗർ വാണിജ്യമായി മാറി. II ചുന്ദ്രിഗർ 1946 ഒക്ടോബർ 26 വാണിജ്യമായി മാറി. അബ്ദുർ റബ്ബ് നിഷ്താർ പോസ്റ്റ് ആൻഡ് എയർ ആയി. അബ്ദുർ റബ്ബ് നിഷ്താർ പോസ്റ്റ് ആൻഡ് എയർ ആയി. ഗസൻഫർ അലി ഖാൻ ആരോഗ്യമായി. ഗസൻഫർ അലി ഖാൻ ആരോഗ്യമായി. ജോഗേന്ദ്രനാഥ് മണ്ഡൽ നിയമം ദളിത് നേതാവായിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. ജോഗേന്ദ്രനാഥ് മണ്ഡൽ ദളിത് നേതാവായിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. ഇടക്കാല സർക്കാരിൽ ധനകാര്യം ആദ്യം ജോൺ മത്തായി. ലീഗ് വന്നപ്പോൾ ലിയാഖത്ത് അലി ഖാൻ ആയി മാറി. ഇടക്കാല സർക്കാർ ധനകാര്യം ആദ്യം ജോൺ മത്തായി ആയിരുന്നു. പിന്നീട് ലീഗ് വന്നപ്പോൾ ലിയാഖത്ത് അലി ഖാൻ ആയി മാറി. പിന്നീട് ലീഗ് വന്നത് 1946 ഒക്ടോബർ 26 ഓർമ്മിക്കുക. ഷാഫത്ത് അഹമ്മദ് ഖാൻ, സയ്യിദ് അലി സഹിർ, ശരത് ചന്ദ്ര ബോസ് ഇവർ രാജിവെച്ചു. പകരം 5 ലീഗുകൾ വന്നു എന്ന് ഓർമ്മിക്കുക. ലിയാഖത്ത് അലി ഖാൻ മുസ്ലിം ലീഗ് വന്നപ്പോൾ ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു ധനകാര്യം. AI ചുന്ദ്രിഗർ വാണിജ്യമായിരുന്നു. AI ചുന്ദ്രിഗർ വാണിജ്യമായിരുന്നു. അബ്ദുൾ റബ്ബ് നിഷ്താർ പോസ്റ്റ് ആൻഡ് എയർ ആണ്. മുസ്ലിം ലീഗ് വന്നതിന് ശേഷം അബ്ദുൾ റബ്ബ് നിഷ്താർ പോസ്റ്റ് ആൻഡ് എയർ ആണ്. ഗസൻഫർ അലി ഖാൻ ആരോഗ്യം. ഗസൻഫർ അലി ഖാൻ ആരോഗ്യം. ജോഗേന്ദ്രനാഥ് മണ്ഡൽ നിയമം ദളിത് നേതാവായിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. ജോഗേന്ദ്രനാഥ് മണ്ഡൽ മുസ്ലിം ലീഗ് വന്നതിന് ശേഷം നിയമം ജോഗേന്ദ്രനാഥ് മണ്ഡലായിരുന്നു. ദളിത് നേതാവായിരുന്നു. പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. ഓർമ്മിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.